ഈ കാഴ്ച വഴുതക്കാടുകാർക്ക് പുതുമയുള്ള ഒന്നല്ല. ആംബുലൻസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ലോഹയിട്ട് പായുന്ന ജോസഫ് അച്ഛൻ ഇവർക്ക് പരിചിതനാണ്. നിഷ്പാതുക കാർമലിത്ത സഭ മലബാർ പ്രൊവിഡൻസിന് കീഴിലുള്ള ബെൻസിഗർ ഹോമിന്റെ ഡയറക്ടറാണ് അച്ഛൻ. വളയം പിടിക്കാനുള്ള കാരണവും അച്ഛൻ തന്നെ പറയും. ആംബുലൻസ് ഡ്രൈവറെ നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ തന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യം തുടങ്ങിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയായിരുന്നു. പ്രാക്ടിക്കലി ഇത്ര സ്പീഡിൽ കൊണ്ടുപോവുക, അത്യാവശ്യത്തിന് പെട്ടെന്ന് പോവുക. പിന്നീട് അതങ്ങോട്ട് ഇപ്പോൾ ശീലമായി. ഓരോ ഓട്ടവും ജീവനായുള്ള നെടുവീർപ്പാണ്. ജീവനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലം കടക്കാനുള്ള നെടുവീർപ്പ്. വേറൊരു വാർത്ത അറിഞ്ഞത് ഫാദർ ഈ ആംബുലൻസിൽ വെറും 3 മിനിറ്റ് കൊണ്ട് വഴുതക്കാട് നിന്ന് മെഡിക്കൽ കോളേജ് വരെ എത്തി. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞ ഫ്രണ്ട്സ് പറഞ്ഞേ അത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ അതാണ് ഞാൻ ഫാദറിനോട് ഡയറക്റ്റ്. പക്ഷേ അതൊരു വലിയൊരു, നമ്മളിപ്പോൾ ഒരു ആളുടെ ആരോഗ്യസ്ഥിതിയാണ് നമ്മെ സംബന്ധിച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഡ്യൂറേഷൻ ടൈമല്ല. അതിപ്പോൾ നമ്മളെല്ലാവരും അതിൽ സ്പീഡിൽ ഓടിക്കും. മിഡ് നൈറ്റിലൊക്കെ ആണെങ്കിൽ റോഡ് ഫ്രീ ആയിട്ടുള്ള സമയത്താണ് ഈവൻ 3 മിനിറ്റ്സ് പോലും വേണ്ട. നമുക്ക് മാത്രമല്ല എല്ലാവരും നമ്മളോട് വളരെ കരുതലാണ്. ആംബുലൻസുമായിട്ട് പോകുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് വണ്ടികൾ ഓടിക്കുന്ന പോലെയല്ല, നമ്മളോട് ഭയങ്കര കരുതലാണ്. അതെല്ലാം നമുക്ക് ഓപ്പണായിട്ട് തരും, സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരും. കോവിഡ് കാലത്ത് മൃതദേഹങ്ങളുമായി ബെൻസിഗറിന്റെ ഈ ആംബുലൻസ് സംസ്ഥാന അതിർത്തികളും താണ്ടി. അന്നും ഡ്രൈവർ ഫാദർ ജോസഫ് ചാക്കാലക്കുടിയിൽ തന്നെ. വഴുതക്കാട് ഇടപ്പഴഞ്ഞി CSM നഗറിലുള്ള ബെൻസിഗർ ഹോം സൗജന്യമായാണ് ക്യാൻസർ രോഗികൾക്ക് ആശ്രയമൊരുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വേദനയുള്ളവരോട് സാരമില്ല എന്ന് പറയാൻ പറ്റുക, അവരുടെ മുൻപിൽ നമുക്ക് ചിരിച്ച് പ്രത്യക്ഷപ്പെടാൻ പറ്റുക, വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ അവർക്ക് പറ്റുന്ന സഹായം നമുക്ക് ചെയ്യാൻ പറ്റുക, അവരുടെ അവസാന ദിവസങ്ങളിൽ നമുക്ക് അവരുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റുക. ജോസഫ് അച്ഛനെ എന്തായാലും തിരുവനന്തപുരംകാർക്ക് പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നിരത്തിലാണെങ്കിലും ആൾക്കാരാണെങ്കിലും അച്ഛനെ നിരന്തരം കാണുന്നവരാണ് തിരുവനന്തപുരത്തുകാർ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ അച്ഛനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ, ഒപ്പം ബെൻസിഗർ ഹോം പരിചയപ്പെടുത്താൻ സാധിച്ചുള്ള സന്തോഷത്തിലാണ് ഞാനും ക്യാമറമാൻ MS വൈത്തും. ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.